മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർ നല്ല സൗന്ദര്യമുള്ളവരും കഴിവുള്ളവരുമാണ്. ഇവർ നല്ല ശുദ്ധ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കും. ഏത് ജോലി ഏറ്റെടുത്താലും വളരെ കൃത്യമായി ചെയ്യണമെന്ന് ഇവർക്ക് നിർബന്ധമാണ്. ഇവർ ആർഭാട ജീവിതം നയിക്കുന്നവരാണ്. കയ്യിൽ എത്ര പണമുണ്ടായാൽ പോലും അത് ചിലവാക്കി കളയും. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്. അവർക്ക് വേണ്ടി പണം ചിലവാക്കുന്നതിന് ഇവർക്ക് യാതൊരു മടിയുമില്ല. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർ. ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അമിതമായി പരിശ്രമിക്കാറില്ല. ജോലി, വിവാഹം എന്നിവയിൽ തടസ്സങ്ങൾ കാണുന്നു. സ്വന്തം കഴിവിൽ വിജയിച്ച് മുന്നേറുന്നവരാണ് മകയിരം നക്ഷത്രക്കാർ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മുൻകോപം കൂടുതലാണ്. എന്തിനും എടുത്തുചാടി സംസാരിക്കുന്ന പ്രകൃതമാണ് ഇവരുടേത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ധാരാളം ശത്രുക്കളുമുണ്ട്. ശത്രുദോഷം നല്ലതുപോലെ കാണുന്നു. ഇവർ നല്ല ഈശ്വരവിശ്വാസികളാണ്. എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങിയാലും ഇവരുടെ ബലം അമ്മയാണ്. മാതാപിതാക്കളോട് ഇവർക്ക് അമിതമായ സ്നേഹമാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആഡംബര ജീവിതത്തിൽ താൽപ്പര്യം കാണിക്കുന്നവരാണ്. ഇവർ മറ്റുള്ളവരുടെ മുന്നിൽ സന്തോഷമുള്ളവരായി അഭിനയിക്കും. എന്നാൽ ഇവർക്ക് മനസ്സുഖം നന്നേ കുറവായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മന്ദഗതി കാണുന്നു. സരസ്വതി സ്തുതി ജപിക്കുന്നത് വളരെ നല്ലതാണ്. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വപ്നഭവനം. ഉടൻ തന്നെ അത് സാധ്യമാവുകയും ചെയ്യും. പിതാവിൻ്റെ വേർപാട് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാണുന്നു. ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ വിഷമിക്കാതെ മുന്നോട്ട് പോവുക. പരിശ്രമിച്ചാൽ ലഭിക്കാത്തതായിട്ട് ഒന്നും തന്നെ ജീവിതത്തിൽ ഇല്ല. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നത് ഉത്തമമാണ്. ദേവീപ്രീതി വരുത്തിയാൽ ക്ലേശങ്ങൾ കുറയാനും ശത്രുദോഷം കുറയാനും ഉത്തമമാണ്. പുണർദം, ആയില്യം, പൂരം നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ചെയ്യുന്നത് ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഈ നക്ഷത്രക്കാരുമായി ചേർന്ന് പണമിടപാടുകളോ കൂട്ടുകച്ചവടങ്ങളോ നടത്താതിരിക്കുക. ദൈവം നിങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ.